ഓർക്കിഡ് നടുമ്പോൾ ഇതേപോലെ മറിഞ്ഞ് വീഴാതിരിക്കാനുള്ള ഈ ക്ലിപ്പ് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഈ വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലോട്ട് പോയാലോ? നമുക്കറിയാം ഓർക്കിഡ് റൂട്ട്സ് നല്ല ഹെൽത്തി ആയിട്ട് പെട്ടെന്ന് വളരണമെന്നുണ്ടെങ്കിൽ ഓർക്കിഡ് നട്ടതിന് ശേഷം അതിൻ്റെ കട ഇതേപോലെ അനങ്ങാൻ പാടില്ല. അതിന് സൊല്യൂഷനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതേപോലത്തെ വയേഴ്സിനെയാണ്. നമ്മൾ കടയിൽ പോയിട്ട് ഓർക്കിഡ് ഹാങ് ചെയ്യാനുള്ള കമ്പി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലത്തെ കമ്പി കാണിച്ചു തരും. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്തേക്കൂടെ കമ്പിയുണ്ട്, പുറത്ത് ഇതേപോലത്തെ പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ടായിരിക്കും. അല്ലാതെ നമ്മൾ ഇതേപോലത്തെ സാധാ കമ്പി മേടിക്കരുത്. ഒട്ടും ബലം ഉണ്ടാവത്തില്ല, പെട്ടെന്ന് തുരുമ്പടിക്കുകയും ചെയ്യും. ഈ കമ്പികൾക്കാണെങ്കിൽ നല്ല ബലം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ നടാനെടുക്കുന്ന ഓർക്കിഡ് പ്ലാന്റിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ ലെങ്ത്തിൽ വേണം നമ്മൾ ഇതിനെ കട്ട് ചെയ്തെടുക്കാനായിട്ട്. കാരണം ആ പോട്ടുമേലേക്ക് ക്ലിപ്പ് ചെയ്ത് പിടിപ്പിക്കണമല്ലോ. അപ്പോൾ ഈ വയറിന് അത്യാവശ്യം ബലമുള്ളത് കൊണ്ട് തന്നെ ഒരു പ്ലെയർ ഉപയോഗിച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഈ ചട്ടിയുടെ ഇത്രയും ഭാഗത്തോട്ടാണ് നമ്മൾ ക്ലിപ്പ് ഇറക്കി വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലെങ്ത്തിലാണ് ഞാൻ ആദ്യത്തെ മടക്കുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം ഞാനിപ്പോൾ ഫോൾഡ് ചെയ്തു. എഗെയിൻ ഇതിനെ തിരിച്ചു മടക്കുകയാണ് മുകളിലോട്ട്. അപ്പോൾ ഇതേപോലൊരു ഷേപ്പാവും. എഗെയിൻ ഞാൻ ഇതിനെ ബാക്കിലോട്ട് വീണ്ടും മടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ വയറിനെ ചട്ടിയുടെ അത് സ്റ്റാർട്ട് ചെയ്ത് 3 വട്ടം നമ്മൾ മടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ഷേപ്പ് കിട്ടും. ഈ ഭാഗത്താണ് ചട്ടിയിലെ നമ്മൾ ക്ലിപ്പ് ചെയ്ത് പിടിപ്പിക്കുന്നത്. അതിനുശേഷം ഈ വയറിനെ നമ്മൾ ഒന്നുകൂടി വളയ്ക്കുവാണ്. അല്ലെങ്കിൽ ഇതിനെ പോട്ടിലോട്ട് നമുക്ക് ഇറക്കി വയ്ക്കാൻ പറ്റത്തില്ലല്ലോ. ഇതേപോലെ അതിനുശേഷം ഒരു വട്ടോടിയും നമ്മൾ മുകളിലോട്ടാക്കുകയാണ്. ആ ഭാഗത്താണ് ആക്ച്വലി നമ്മൾ ചെടി പിടിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലെ ക്ലിപ്പ് ചട്ടിയിലോട്ട് പിടിപ്പിച്ചു. ഇതേപോലെ സുഖമായിട്ട് പിടിപ്പിക്കാം. അപ്പോൾ ഇതിന് നല്ല ബലത്തിൽ ഉറച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലെയർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും ഇത് ഉണ്ടാക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണോ എന്ന്. അങ്ങനെയൊന്നുമില്ല. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനുശേഷം നടാനുള്ള പോട്ടിംഗ് മീഡിയം ഇട്ട് കൊടുക്കുകയാണ്. ചകിരിയും അതേപോലെ തന്നെ ചാർക്കോളും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും ഞാൻ നിറയെ പോട്ടിംഗ് മീഡിയം യൂസ് ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷേ അങ്ങനെയൊന്നുമില്ല, കുറച്ച് മീഡിയം യൂസ് ചെയ്തിട്ടുള്ളൂ. അതെങ്ങനെയാണ് കുറച്ച് മീഡിയത്തിൽ ഇതേപോലെ മനോഹരമായി സെറ്റ് ചെയ്യണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ നടാനെടുത്തിരിക്കുന്ന ഈ ഓർക്കിഡ് ചെടീനെ നമ്മുടെ ക്ലിപ്പിലോട്ട് ചേർത്ത് വയ്ക്കുകയാണ് സപ്പോർട്ടിനായിട്ട്. അതിനുശേഷം ഇതേപോലത്തെ ചെറിയ ക്ലിപ്പ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ പ്ലാന്റിനെ ഉറപ്പിച്ച് വയ്ക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ പെൺകുട്ടികളുടെ തലയിലൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ ക്ലിപ്പുണ്ടല്ലോ, അതാണ്. നമുക്ക് ഫാൻസി സ്റ്റോറിൽ നിന്നോ ആമസോണിൽ നിന്നോ നമുക്ക് കിട്ടും. ആമസോണിലാണെങ്കിൽ ഗേൾസ് ക്ലോ ക്ലിപ്പ് എന്ന് അടിച്ചു കൊടുത്താൽ മതി. നമ്മൾ ഈ ഫെലനോപ്സിസ് ഓർക്കിഡൊക്കെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കണ സമയത്ത് സെയിം ക്ലിപ്പ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഒരു പൂക്കളും ഉറപ്പിച്ച് നിർത്തുന്നത്. അപ്പോൾ ഇതേപോലെ താഴെയും മുകളിലും ഞാൻ ക്ലിപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ക്ലിപ്പുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് ഓർക്കിഡ് നടാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ എവിടെയെങ്കിലും യൂസ്ഫുള്ളായെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.